ലിബിഷ, എന്തായാലും ഈ ആശ്രമം മൈതാനത്ത് ഈ ഉത്സവത്തിന് ഇനി കേളികൊട്ടുയരാൻ ഇനിയും മണിക്കൂറുകൾ എന്നല്ല നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ആശ്രമം മൈതാനത്തെ കുറിച്ചുള്ള ചരിത്രം അതൊക്കെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ശ്രീവർദ്ധൻ ചേട്ടൻ. ശ്രീവർദ്ധൻ ചേട്ടൻ നമസ്കാരം. കൊല്ലത്തിന്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ല വ്യക്തിയാണ്. ഈ നമ്മുടെ ആശ്രമം മൈതാനത്തെ കുറിച്ചുള്ള ഒരു ചരിത്രം അതെന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടോ? ആശ്രമം മൈതാനം തിരുവിതാംകൂറിലെ ആദ്യത്തെ വിമാനത്താവളമായിരുന്നു. അതും രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വിമാനത്താവളം അല്ലാതായത്. പിന്നെ ഇതിന്റെ ഭൂമിയെപ്പറ്റി പറയുകയാണെങ്കിൽ ദേശിക നാടിന്റെ ഭാഗമായിരുന്നു ഇത്. ദേശിക നാടിന്റെ ദേശദേവരാണ് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി. ശ്രീകൃഷ്ണസ്വാമിയുടെ ദേവസ്വം ഭൂമിയാണ് ഇതെല്ലാം. അതിൽ നിന്ന് കൊണ്ട് തന്നെയാണ് കൊല്ലം പൂരം നടക്കുന്നത് ഈ മൈതാനത്താണ്. കൊല്ലം പൂരത്തിൽ പുതിയകാവ് ദേവിയും താമരക്കുളം ഗണപതിയും മറ്റ് 9ഓളം ക്ഷേത്രങ്ങളിലുള്ള ദേവന്മാരും പൂര ദിവസം ഇവിടെ സംഗമിക്കുന്നു. അതാണ് കൊല്ലം പൂരത്തിൻ്റെ പ്രധാന ചടങ്ങ്. കൊല്ലം പൂരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ്. ഈ മഹോത്സവം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ഉത്സവമാണെങ്കിലും ഏതാണ്ട് ഈ പൂരത്തിൻ്റെ രൂപത്തിൽ ഇതിന് രീതി വന്നത് ഏതാണ്ട് 3 ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉത്സവം നടന്നിരുന്നു. അതിന് ആനയും കെട്ടുകുതിരയും മറ്റ് കലാപരിപാടികളും കഥകളിയും ഒക്കെ ആയിരുന്നു പ്രധാന ഭാഗം. ഇപ്പോൾ ഇത് പൂരത്തിൻ്റെ രൂപത്തിൽ കുടമാറ്റത്തോടും മേളപ്പെരുക്കത്തോടും ഒക്കെ കൂടി ആശ്രമം മൈതാനത്ത് എല്ലാ വർഷവും വിഷുവിൻ്റെ തൊട്ടടുത്ത ദിവസം, ഈ വർഷം അത് ഏപ്രിൽ 15-ാം തീയതിയാണ്. 15-ാം തീയതി ഈ മൈതാനത്ത് വെച്ച് തന്നെ നടക്കും. ഈ മൈതാനത്ത് വെച്ച് ഈ 62ാം സ്കൂൾ കലോത്സവം ആശ്രാമം മൈതാനം കേന്ദ്രീകരിച്ചും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയം ഉൾപ്പെടെ കൊല്ലത്തിന്റെ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓഡിറ്റോറിയങ്ങളിലായി നടക്കുന്നത് കൊല്ലത്തിന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും കൊല്ലം പൂരത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും വളരെയധികം അഭിമാനവും സന്തോഷവുമുള്ള ഒരു സംഗതിയാണെന്ന് അറിയിച്ചു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കൊല്ലം പൂരം പോലെ തന്നെ അതിനേക്കാൾ കേമമാണ് ഇപ്പോ ഇവിടെ അല്ലേ ഈ മഹോത്സവം എന്ന് തന്നെ പറയാം. കലോത്സവം അല്ല, മഹോത്സവം, അങ്ങനെ ഇല്ലത്തുത്സവം. ആ ഇല്ലത്തുത്സവം നടക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഈ കൊല്ലപൂരത്തിന്റെ സംഘാടകരാണ്, പക്ഷെ ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ കൊല്ലത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു വിഷയമാണ് ഈ 62ാം സ്കൂൾ കലോത്സവം ഇവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളതും സംസ്ഥാനത്താകെയുള്ള യുവ പ്രതിഭകൾ ഇവിടെ മാറ്റിവയ്ക്കുന്നു. അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് ഈ പ്രദേശത്തുള്ള ജനങ്ങളാകെ തന്നെ പ്രതിജ്ഞാബദ്ധരാണ്. അവരെല്ലാവരും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു വലിയ വിജയമായി മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി എല്ലാവിധ സഹായവും സഹകരണങ്ങളും നൽകാൻ ആശ്രാമത്തുകാരാകെ സന്നദ്ധരാണ്. അതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. എന്തായാലും ശ്രീവർദ്ധൻ ചേട്ടൻ പറഞ്ഞതുപോലെ ലിബിഷേ, കാരണം ഈ നേരത്തെ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ലാൻഡ് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് കൗമാര കലാപ്രതിഭകളെല്ലാം തന്നെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ